കോൺഗ്രസ് പാർട്ടി പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മള് രാഷ്ട്രീയ കക്ഷികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പാർലമെന്റ് ജനാധിപത്യമാണ് നമ്മളത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും നേരത്തെ തന്നെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു. അവരോട് അഭിപ്രായം ചോദിക്കാമായിരുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെയൊക്കെയാണ് നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ ഇന്നയിലെ ആൾക്കാരെ അയക്കണമെന്ന് ഞങ്ങൾക്കൊരു ആ അഭിപ്രായം കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ശശി തരൂരിന്റെ യോഗ്യതയെക്കുറിച്ച് എനിക്ക് ഒരു സംശയമില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ദൗത്യങ്ങളുടെ ഭാഗമാകുന്നത് അഭികാമി ആണെന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ്. അതേസമയം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വാസം എടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു രാഷ്ട്രീയ പോരായ്മ അതിനകത്തുണ്ട്. കാരണം എന്ന് വെച്ചാല് ഇപ്പോൾ ഒരു സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളോടാണ് കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യാറുള്ളത്. നിങ്ങളുടെ പ്രതികളെ വിട്ടുതരണം, ഒരാള് രണ്ടാള് എന്ന് പറയുന്നത് സാധാരണ അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു ദൗത്യത്തിന് അതിൻ്റെതായ സ്കില്ല് വേണം, അല്ലെങ്കിൽ ഡൊമൈൻ എക്സ്പെർട്ടൈസ് വേണമെന്നൊക്കെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അക്കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്ത് കൺവേ ചെയ്യായിരുന്നു. ഇന്ന ആൾക്കാർ വരുന്നത് ഞങ്ങൾക്ക് ഗുണപരമായിരിക്കും, അല്ലെങ്കിൽ ഈ ദൗത്യത്തെ പരിപോഷിപ്പിക്കാൻ സഹായകരമായിരിക്കുമെന്ന് പറയാമായിരുന്നു. ശശി തരൂരിൽ ഞങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ മനീഷ് തിവാരി ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ കണിമൊഴിയെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു എന്നൊക്കെ ബന്ധപ്പെട്ട പാർട്ടികളോട് കേന്ദ്ര സർക്കാർ തന്നെ പറയാമായിരുന്നു. അപ്പോൾ പക്ഷെ ആൾക്കാരുടെ പേര് പുറത്ത് വന്ന ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച ചെയ്തെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു ചെറിയൊരു ഇംപ്രോപ്രൈറ്റി ഉണ്ട് എന്നുള്ള ഒന്ന് എനിക്ക് തോന്നുന്നു.